ടി ജി കുറച്ചായിട്ട് നമ്മുടെ ഗവർണർ അങ്ങനെ വലിയ വിവാദത്തിലൊന്നും പെടുന്നില്ല. സെപ്റ്റംബറിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുകയാണ്. ഇപ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു പക്ഷേ രണ്ടാം തവണയും നിയമനം നീട്ടിക്കിട്ടിയേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ മാതൃഭൂമിയിലായിരുന്നു ആദ്യം വാർത്ത വന്നത്. മാതൃഭൂമി എഴുതി വെച്ചത് കേരളത്തിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചു എന്നതുകൊണ്ട് ഗവർണർക്ക് കാലാവധി നീട്ടിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ഗവർണർ ആയതുകൊണ്ട് എക്സ്റ്റൻഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ തകരാറൊന്നുമില്ല. ഗവർണറുടെ അപ്പോയിൻമെൻറ്റ്സ് അത് തുടക്കം മുതൽ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ അന്ന് ഗവർണർ മഹാരാജാക്കന്മാരാണ് ഗവർണർ, രാജപ്രമുഖൻ എന്നുള്ളതായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഗവർണറെ കേന്ദ്ര സർക്കാർ അപ്പോയിൻ്റ് ചെയ്യുന്ന സ്ഥിതി വന്നു. അന്നു മുതൽ ഇതൊരു രാഷ്ട്രീയ അപ്പോയിൻമെൻറ്റാണ്. രണ്ട് രീതിയിൽ. ഒന്ന്, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവരെ നിയമിക്കും. രണ്ട്, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരാൾ ഒരു കാർന്നോരുണ്ട്, ഈ കാർന്നോരെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, കാർന്നോരെ പൊളിറ്റിക്സിൽ നിർത്തി ആ കാർന്നോര് കച്ചറ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഗവർണറാക്കുക, തട്ടക്കയറ്റി കരുതും. അങ്ങനെയാണ് നമ്മുടെ പട്ടംതാണുള്ള പഞ്ചാബ് ഗവർണറാക്കിയത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള സിംഗപ്പൂർ ഹൈക്കമ്മീഷണറാക്കി. ഇങ്ങനെയൊക്കെ ഈ കിക്കിംഗ് അപ്വേർഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ ഡൗൺവേർഡ്സ് ചവിട്ടി താത്താൻ പറ്റില്ല അവരെ. പിന്നെ ചെയ്യാവുന്നത് മുകളിലേക്ക് അങ്ങ് തൊഴിക്കുക, ആകാശത്തേക്ക്. അപ്പോൾ അവിടെ എങ്ങാനും പോയിരുന്നുള്ളൂ, നമ്മളെ ഉപദ്രവിക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വെച്ചിട്ടാണ് ഈ ഗവർണർമാരെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അത് നരേന്ദ്രമോദിയൊന്നും അല്ല, ജവഹർലാൽ നെഹ്റു മുതൽ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഗവർണർ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഗവർണർ ഹാസ് എ പൊളിറ്റിക്കൽ എലമെൻറ്റ് ഇൻ ഇറ്റ്. ഇതിൽ ഈ പറഞ്ഞ മെരിറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട്. ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയയിൽ വിവാദം ചർച്ചയൊക്കെ നടന്നല്ലോ. ഈ CAA കാലത്ത് ഏറ്റവും അധികം അത് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. ഈ പറഞ്ഞ ആരുമല്ല. നോബഡി കുഡ് എക്സ്പ്ലെയിൻ CAA ബെറ്റർ ദാൻ വാട്ട് ഹീ ഡിഡ്. മാത്രമല്ല, രാജ്ഭവൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും വരാം, CAA പറ്റിയുള്ള ഏത് സംശയവും എന്നോട് ചോദിക്കാം. ഈ ഓഫർ വിനു വിജോൺ വെച്ചിട്ടില്ല. ആർക്കും വരാം. ഹി ഡസൻ ഹാവ് ദ ഗട്ട്സ്. അങ്ങനെ ചോസൻ ആൾക്കാരെ വെച്ചുള്ള കളിയാണ്. ഗവർണർ അങ്ങനെയല്ല, കേരളത്തിലെ പൊതുജനങ്ങളെ മുഴുവൻ സ്വാഗതം ചെയ്തു. ഐ മെറ്റ് ഹിം അറ്റ് ദാറ്റ് ടൈം. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, സാർ ഞാനിത് ട്വിറ്ററിൽ ഇടട്ടെ? ഇട്ടോളൂ. ഞാൻ പറഞ്ഞു, ആസ് അഡ്വൈസ് ബൈ കേരള ഗവർണർ എന്ന് ഞാൻ എഴുതിക്കോളൂ. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ട്വീറ്റ് ചെയ്തു. കാണേണ്ടവർക്ക് ഗവർണറെ കാണാം. അദ്ദേഹത്തിൻ്റെ രാജ്ഭവൻ വാതിലുകൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. യു ക്യാൻ ഗോ ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. ഭീമാപ്പള്ളിയിൽ നിന്ന് ഒരു 5-6 തലക്കെട്ടുകാർ പോയി. അതിനുശേഷം ഭീമാപ്പള്ളിയിൽ CAA പ്രകടനം നടന്നിട്ടില്ല. അദ്ദേഹം ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ബിക്കോസ് ഹി ഹിംസെൽഫ് ഈസ് എ മുസ്ലിം. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് കുറവാണല്ലോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമിനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അയക്കപ്പൻ മറ്റവനാണ് എന്നൊരു തോന്നൽ കിടക്കും. അങ്ങനെ ഇല്ലാത്ത ധാരാളം പേരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരുമായിട്ടാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അവരാണ് CAAക്കെതിരെ. ഈ ഒരു അഡ്വാൻറ്റേജ് ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്. ഹി ഈസ് എ മുസ്ലിം. അപ്പോൾ ഇവർക്ക് കൂടുതൽ ഒരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിൻ്റെ പുറത്ത് പുള്ളിയെ എക്സ്പ്ലെയിൻ ചെയ്തു. അവർ ഹാപ്പിയായി അവർ പോയി. ഇൻഫാക്റ്റ് ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ CAA സമരത്തിൻ്റെ ഗ്യാസ് ഊരിക്കളഞ്ഞു. ടു ദിസ് എക്സ്റ്റെൻറ്റ് നമ്മുടെ ഇർഫാൻ ഹബീബിന് ദേഷ്യം വന്നിട്ട് ഗവർണറെ ആക്രമിക്കാൻ വരെ പോയി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. ഗവർണറെ അന്ന് സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഈ ഡിബേറ്റേഴ്സ് എല്ലാം, വൻകിട ഡിബേറ്റേഴ്സ് എല്ലാം ഇരിക്കുന്ന ചരിത്ര കൗൺസിലിൽ ഗവർണറെ സംസാരിക്കാൻ സമ്മതിക്കാതെ കൂവിത്തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇവർ. എന്നിട്ട് കേരള പോലീസ് യാതൊരു ആക്ഷനും എടുത്തില്ല കേട്ടോ. ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോഴും അവർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അത് NIA ഒഫൻസാണ്. ഗവർണറുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ NIAയുടെ ഷെഡ്യൂൾ ഒഫൻസാണ്. IPC 124 അല്ല. അവിടെ
NIAയുടെ ഷെഡ്യൂൾ ഒഫൻസിൽ നമ്പർ 1. NIAക്ക് നേരിട്ടെടുക്കാൻ പറ്റേ? NIAക്ക് ഹോം മിനിസ്ട്രിക്ക്, NIA നേരിട്ടല്ല, ഹോം മിനിസ്ട്രിക്കും ചെയ്യാം. ഹോം മിനിസ്ട്രി ചെയ്തിട്ടില്ല. അതും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് കിടപ്പുണ്ട് ഹോം മിനിസ്ട്രിയിൽ. ഞാനിത് കാണിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഹോം മിനിസ്ട്രിക്ക്. ദേ ഡിഡ് നോട്ട് ആക്ട്. കേരള പോലീസിന് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കേസ് എടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. ദേ ഡിഡ് നോട്ട് ആക്ട്. ഞാൻ ഐ വെൻ ടു ഹൈക്കോർട്ട്, കേരള പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചീഫ് എൻ്റെ ഹർജി തള്ളി. ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫ് അല്ലാതെ ഇതിൻ്റെ വേറെ തെളിവുകൾ പോലീസിനെ കിട്ടുകയുള്ളൂ, എനിക്ക് കിട്ടില്ല. പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കാം, പ്രൈമ ഫേസി. ബട്ട് കോടതി പറഞ്ഞു ഇല്ല, അത് പോരാ, അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയും അത് തള്ളി. ബട്ട് ഇതൊന്നും തന്നെ കേരള പോലീസിനെയോ അല്ലെങ്കിൽ NIAയോ ബൈൻഡ് ചെയ്യുന്ന കാര്യമല്ല, ഹോം മിനിസ്ട്രിയെ ബൈൻഡ് ചെയ്യുന്ന കാര്യമല്ല. ബട്ട് ഹോം മിനിസ്ട്രി ചെയ്തിട്ടില്ല. എനിവേ അവർക്ക് അതിൽ താല്പര്യമില്ല എന്ത് കാര്യം. ഞാൻ ഇവരെ പറ്റിയാണ് പറയുന്നത്. ഈ പറഞ്ഞ മഹാന്മാർ, ഈ വലിയ ഡിബേറ്റേഴ്സ്, ഇപ്പോൾ ചരിത്രകാരന്മാരാണല്ലോ ഇതിൽ വലിയ ഇത് പറയുന്നത്. എങ്ങനെ ഇത് CAA ഉണ്ടായത്, എങ്ങനെ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട്, അത് ജവഹർലാൽ നെഹ്റു പാസ്സാക്കിയത്. അതിലെ അമെൻമെൻറ്റാണ് ഇത്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതാണ് CAA. ഈ CAA അമെൻമെൻറ്റ് ഇതിനു മുമ്പ് 7 or 8 തവണ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് സർക്കാരുകൾ തന്നെ. അന്നൊന്നും ക്ഷോഭമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ ആക്ട് പാസ്സായി 2019 പാസ്സാക്കി. അതിനു മുമ്പ് ഇത് ലോക്സഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയി. അവർ 760 പേരെ മറ്റോ ഇൻ്റർവ്യൂ ചെയ്തു, ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തിറങ്ങിയത്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലോജിക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് വലിയൊരു കാര്യമല്ലേ. അതുകൂടാതെ അദ്ദേഹം ഓപ്പൺ ചലഞ്ച് കൊടുക്കുകയും ചെയ്തു, രാജ്ഭവനിൽ ഞാൻ സംസാരിക്കാം, ആരുമായിട്ട് സംസാരിക്കാം. സാധാരണ പൗരന്മാർക്ക് ഇങ്ങനൊരു ഓഫർ കൊടുത്ത ഒരു ഗവർണറും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിന് മുമ്പുണ്ടായിരുന്ന ജസ്റ്റിസ് സദാശിവം, എക്സ്ട്രീംലി ജെൻറ്റിൽമാൻ, ഹൈലി നോളജബിൾ. ബട്ട് അദ്ദേഹം ഇതുപോലത്തെ ഒരു ഓഫറൊന്നും കൊടുക്കില്ല. കണ്ടവനും കടിയനും ആരാണെന്ന് വെച്ചാൽ ഇല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഓഗസ്റ്റ് 15 ഒരു ഇത് കൊടുത്തു, വൈകുന്നേരം ചായ സൽക്കാരം. ബട്ട് എന്താ ഹൈ ടീ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരുപാട് തിന്നാനും ഉണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ഞാൻ അവിടെ പോയിരുന്നു ബൈ ഇൻവിറ്റേഷൻ. പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, ബാലഗോപാലോ അതോ മന്ത്രി രാജനോ ഒക്കെ ഉണ്ടായിരുന്നു. 100-800 പേരുണ്ട് സുനിൽ. ഇതിനകത്ത് ഒരു 250 പേര് ഈ പറഞ്ഞ വേണമെങ്കിലൊരു VIP, റിട്ടയർഡ് IAS, റിട്ടയർഡ് IPS എന്ന് പറയാം. ബാക്കിയുള്ളത് സാധാരണക്കാരാണ്. ചാലയിൽ പച്ചക്കറി വിൽക്കുന്ന അമ്മച്ചി, ബലൂൺ വിൽക്കുന്നവൻ, വള വിൽക്കുന്നവൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ പൂ വിൽക്കുന്നവർ, പാളയം കണിമേറ മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവർ, ഇവരെയൊക്കെയാണ് ഗവർണർ വിളിച്ചത്. അപ്പോൾ അറൗണ്ട് 75% ഓഫ് ദ ക്രൗഡ് വാസ് പുവർ. ഓട്ടോറിക്ഷക്കാർ അവരിവരൊക്കെ എങ്ങനെ കണക്ട് ചെയ്ത് അവരുമായിട്ട്? എന്തുകൊണ്ടാണ് ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ജനം മതിമറന്ന് ആഹ്ലാദിച്ചത്? ബിക്കോസ് ആ മനുഷ്യന് സാധാരണക്കാരുമായിട്ട് പാവങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഡയറക്റ്റ് കണക്റ്റുണ്ട്. സോ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു എക്സ്റ്റൻഷൻ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയധികം അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഗവർണർ അറിയില്ല. എനി വൺ ക്യാൻ അപ്രോച്ച്. അതെ. അത് മാത്രമല്ല ടീച്ചർ, നമ്മുടെ ആ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ആ സിദ്ധാർത്ഥൻ എന്നുള്ള കുട്ടിയെ തല്ലിക്കൊന്ന കേസുണ്ടല്ലോ, അതിൽ ഗവർണർ എടുത്ത ഭയങ്കര ടൈംലി ആക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ രക്ഷിതാക്കൾക്കും വലിയൊരു ആശ്വാസമായിരുന്നു. അതായത് ആ ഡീനിനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് വൈസ് ചാൻസലർ ഒരുങ്ങുന്നു, ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ വൈസ് ചാൻസലർ തന്നെ മാറ്റിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവ്. അതെ. കാരണം ഗവർണർ വിചാരിച്ചത് ഏതായാലും കുളം കുഴിക്കാൻ പോകുന്നു, അപ്പോൾ പിന്നെ കുറ്റി പറിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വൈസ് ചാൻസലർ തന്നെ തട്ടും, ഡീനും പണ്ടാരും എല്ലാം കൂടെ പോകും. അതുപോലെ പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യനാണ്. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. കമ്മീഷനെ വെച്ചു. അവിടെയും അദ്ദേഹത്തിൻ്റെ ധൈര്യം നോക്കൂ. അതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി ഇല്ല. അതെ. ആ ഒരു കമ്മീഷൻ. ബട്ട്
അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് നീതി കാണിക്കുന്നു. പക്ഷെ ഗവർണർമാർ ഇതുപോലെ ഇതിനു മുമ്പ് ഇങ്ങനെ കമ്മീഷൻ വെച്ചിട്ടുണ്ടോ ഇല്ല കേരളത്തിൽ? ഫസ്റ്റ് ടൈമാണ്. ഇല്ല, ഫസ്റ്റ് ടൈമാണ്. നോ വൺ ഹാസ് ഫോട്ട് ലൈക്ക് ഹിം വിത്ത് ദ ഗവൺമെൻറ് സോ ഫാർ. ചില കാര്യങ്ങളിൽ അദ്ദേഹം തോറ്റുപോയിട്ടുമുണ്ട്. സ്വാഭാവികമാണ്, ഒരു യുദ്ധത്തിൽ നിങ്ങൾ എല്ലാ ബാറ്റിലും നിങ്ങൾ ജയിക്കില്ല, ചില സ്ഥലത്തൊക്കെ നിങ്ങൾ പാളിപ്പോയി എന്ന് വരും. ബട്ട് ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെ പോരാടിയ ഒരുപക്ഷെ ഏക പ്രതിപക്ഷം ആരിഫ് മുഹമ്മദ് ഖാനാണ്. അല്ല, പിണറായിക്ക് ഒരു ടേം കൂടി വേണോ, ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ടേം കൂടി വേണോ എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ ഉത്തരം നമുക്ക് ഉറപ്പാണ് അല്ലേ? ആരിഫ് മുഹമ്മദ് ഖാന് ഒരു ടേം കൂടെ വേണമെന്ന് പറയും, പിണറായിയുടെ കാര്യം വരട്ടെ എന്ന് പറയും. ഏതായാലും ഗവർണർ നമ്മുടെയൊക്കെ ഒരു എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്, എനിക്ക് ചെറുപ്പക്കാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ പറയുന്നത് നമ്മുടെ ഒരു അപ്പൂപ്പനെ പോലെ തോന്നുന്നു. യെസ്, അതെ, അദ്ദേഹം ഒരു വട്ടം കൂടി കേരളത്തിൻ്റെ ഗവർണറായി തുടരട്ടെ. തീർച്ചയായിട്ടും അത് തുടരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.